നിങ്ങൾ ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ഈ തെരുവിലൂടെ നടന്നു വരുമ്പോ നിരാശയോടെ കൂടിയല്ല. 16 സീറ്റിൽ 16 CPM ഭരിക്കുന്ന ചീമേനിയിൽ നിങ്ങൾ 1000 വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചാലും ഈ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1000 ചെറുപ്പക്കാർ തലമുറകളായി ഞങ്ങൾക്ക് പിറകെ ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് തെരുവിലൂടെ നിങ്ങൾ ഇത് നടത്തിയത്. പ്രിയപ്പെട്ട ഫിറോസ് ഉദവിക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അഫ്സലിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഈ ചീമേനിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഈ പതാകവാഹകരാവുക എന്നത് പ്രയാസകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗാന്ധി മരിച്ചു കളഞ്ഞ ഇന്ത്യക്കകത്താണ് ഈ പതാകയുമേന്തി ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവിലേക്ക് വന്നത്. ആ മനുഷ്യൻ ആട്ടി ഓടിക്കപ്പെടുമ്പോ, ആ മനുഷ്യനെ കല്ലെറിയപ്പെടുമ്പോ, ആ മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോ, ആ മനുഷ്യന് സ്വന്തമായി ഒന്ന് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോഴും ആ മനുഷ്യൻ പറഞ്ഞത്, ഈ പതാക വഹിക്കുന്ന ഒരുപക്ഷം കൈകൾ നാളെ വരും, ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും വിധം ഈ രാഷ്ട്രീയം ഇവിടെ വേദിറക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഈ തെരുവിലൂടെ തോളിലേക്ക് പിടിച്ച ഈ പച്ച പതാകയുടെ ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ നേതാവ് പ്രിയങ്കരനായിട്ടുള്ള ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ ദുർഘട പാതയേക്കാൾ വലുതല്ല ചീമേനിയുടെ നിങ്ങളുടെ പാത എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനേക്കാൾ വലിയ പാതയല്ല ചീമേനിയിൽ നിങ്ങൾക്കുള്ളത്, അതിനേക്കാൾ വലിയ ദൌത്യമല്ല ചീമേനിയിൽ നിങ്ങൾ നിർവഹിക്കാനുള്ളത്. അവരനുഭവിച്ചതിന് അത്രയും എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനില്ല.